നല്ല പൂച്ചക്കണ്ണുകളുള്ള വെള്ളാരം കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ. രതീഷ് എന്നാണ് ആ നടന്റെ പേര്. അന്ന് ആ സിനിമ കണ്ട ആളുകളെല്ലാവരും നായകനേക്കാൾ ശ്രദ്ധിച്ചത് രതീഷിനെയായിരുന്നു. അങ്ങനെ തുഷാരം എന്ന് പറയുന്ന സിനിമയിൽ ജയന് പകരം രതീഷിനെ നായകനാക്കുകയാണ്. മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് ഗുഹയിൽ ഒളിവിൽ താമസിക്കുന്ന സീമയും രതീഷും ഈ കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഈ തിയേറ്ററിലുള്ള ആളുകൾക്കൊക്കെ കട്ടൻ ചായ കുടിക്കാൻ തോന്നി അന്ന്. അങ്ങനെ മുന്നേറ്റം എന്ന് പറയുന്ന സിനിമയില് നല്ല നായക പ്രാധാന്യമുള്ള റോള് മമ്മൂക്കയ്ക്ക് കൊടുക്കാൻ രതീഷേട്ടനാണ് ശുപാർശ ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ വില്ലനായിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത്. രാജാവിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ വില്ലൻ. അന്ന് തമ്പി കണ്ണന്താനൻ സാറിന്റെ പടങ്ങളിലൊക്കെ സെക്കൻഡ് റോള് നായക പ്രാധാന്യമുള്ള വില്ലൻ റോളുകൾ ചെയ്തിരുന്നത് രതീഷേട്ടനായിരുന്നു. KG ജോർജ് സാറിന് വളരെ തീക്ഷ്ണമായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ആണ് ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമ കാണുന്നത്. കോലങ്ങള്, യവനിക തുടങ്ങിയ സിനിമകളൊക്കെ ചെയ്തിട്ട് ലേഖയുടെ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ചെയ്ത് ഇങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമ വരുന്നത്. ഉൾക്കടല് ലക്ഷണമൊത്ത ഒരു ക്യാമ്പസ് സ്റ്റോറി ആയിരുന്നു. പിന്നീട് ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെ ആ ക്ലാസ്മേറ്റ്സ് ചെയ്യുന്നതിന് നമ്മളെ ഒരുപാട് പ്രചോദിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഉൾക്കടൽ. ഉൾക്കടലില് ശോഭയും വേണുനാഗവള്ളിയൊക്കെ ആയിരുന്നു പ്രധാന റോളിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ വന്ന ഒരു പുതിയ ചെറുപ്പക്കാരൻ ആ സിനിമ കണ്ട എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. ഇരുണ്ട നിറമുള്ള നല്ല പൂച്ചക്കണ്ണുകളുള്ള വെള്ളാരം കണ്ണുകളുള്ള ഒരു ചെറുപ്പക്കാരൻ. രതീഷ് എന്നാണ് ആ നടന്റെ പേര്. അന്ന് ആ സിനിമ കണ്ട ആളുകളെല്ലാവരും നായകനേക്കാൾ ശ്രദ്ധിച്ചത് രതീഷിനെയായിരുന്നു. ആരാ തന്റെ റൂംമേറ്റ്? ഒരു ജയശങ്കർ. ആഹാ, നമ്മുടെ ശംഖു അല്ലേ? പറ്റിയ പാർട്ടിയാ. ഞാൻ രാവിലെ പോകും. രണ്ടാഴ്ച എങ്ങനെ കഴിഞ്ഞ് തിരിച്ചത്. രാഹുലിന് അവധിക്ക് വീട്ടിൽ പോകുമല്ലോ. സമയം കിട്ടിയാൽ ഞാൻ രാഹുലിന്റെ വീട്ടിൽ വരാം. എന്നോട് സഹതാപമാണല്ലേ? അല്ല, പിന്നെ സ്നേഹമാണ്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? രതീഷ് പെട്ടെന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ പോപ്പുലറായി. ആ ഒറ്റ സിനിമ കൊണ്ട്, ആ ഒറ്റ കഥാപാത്രം കൊണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജയൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനായ ആക്ഷൻ ഹീറോ പെട്ടെന്ന് കോളിളക്കം എന്ന് പറയുന്ന സിനിമയിൽ ഒരു അപകടത്തിൽ മരിക്കുകയാണ്. 80കളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ മരണം ഒരു ഭയങ്കര ഷോക്കായി. അദ്ദേഹത്തെ വെച്ച് സ്ഥിരം സിനിമ ചെയ്തിരുന്ന സംവിധായകരൊക്കെ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ റോള് ചെയ്യാൻ, ആക്ഷൻ റോളുകൾ ചെയ്യാൻ പറ്റിയ ഒരു ഹീറോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏറ്റവും അങ്ങാടി പോലെയുള്ള ജയന്റെ ഗംഭീര സിനിമകൾ ചെയ്ത ആളാണ് IV ശശി സാർ. ശശിയേട്ടൻ ജയനെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു തുഷാരം. അങ്ങനെ തുഷാരത്തിലേക്ക് പകരം ആരെ നായകനാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്ന കാലത്താണ് ഈ ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. ഉൾക്കടലിലൂടെ രതീഷിനെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചതുപോലെ തന്നെ ശശിയേട്ടനും ശ്രദ്ധിച്ചു. അങ്ങനെ തുഷാരം എന്ന് പറയുന്ന സിനിമയിൽ ജയന് പകരം രതീഷിനെ നായകനാക്കുകയാണ്. അപ്പം ആ കാലത്ത് നാന പോലെയുള്ള വീക്കിലികളിൽ, സിനിമാ വീക്കിലികളിലൊക്കെ പുതിയ താരോദയം, പൂച്ചക്കണ്ണുള്ള സുന്ദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് രതീഷിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസൊക്കെ വരുന്നു. രതീഷിന് മദ്രാസിൽ കൊണ്ടുവന്ന് സിനിമാറ്റിക് ഫൈറ്റും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ, പിക്ചേഴ്സൊക്കെ ആ കാലത്ത് സിനിമാ വാരികകളിലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും തുഷാരം കാത്തിരിക്കുക. ഞാൻ തുഷാരം എന്ന് പറഞ്ഞ സിനിമ കാണുന്നത് കൊടുങ്ങല്ലൂർ മുഗൾ തിയേറ്ററിൽ വെച്ചാണ്. ഞാൻ എൻ്റെ അമ്മായിയുടെ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ വീട് കൊടുങ്ങല്ലൂർ കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കാരയിൽ നിന്ന് എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഈ തുഷാരം കാണാൻ മുകളിലേക്ക് വരണം. മുകളിൽ സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വലിയ സംഭവമാണ്. AC ആണ്. അപ്പോൾ തുഷാരം കാണുമ്പോൾ ആ തിയേറ്ററിനുള്ളിൽ ഈ മഞ്ഞ് മൂടിയ കാശ്മീരാണ്. മഞ്ഞ് മൂടിയ കാശ്മീരിലാണ് അതിൻ്റെ ഷൂട്ടിങ്. ഒരുപാട് സാഹസിക രംഗങ്ങളുണ്ട്. ഈ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്ത് ഗുഹയിൽ ഒളിവിൽ താമസിക്കുന്ന സീമയും
രതീഷും ഈ കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഈ തിയേറ്ററിലുള്ള ആളുകൾക്കൊക്കെ കട്ടൻ ചായ കുടിക്കാൻ തോന്നി അന്ന്. കാരണം തിയേറ്ററും AC ആണ്, തിയേറ്ററിനുള്ളിലും തണുപ്പുണ്ട്. ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ നമ്മളും ആ മഞ്ഞുള്ള സ്ഥലത്ത് ഇരിക്കുന്ന പോലെ തോന്നും. രതീഷ ആ സിനിമയോട് കൂടിയിട്ട് മലയാള സിനിമയിലെ പുതിയ ആക്ഷൻ ഹീറോ ആയി മാറി. ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് വന്നു. അപ്പൊ രതീഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒറ്റപ്പാലത്തിനടുത്ത് ചെറുതുരുത്തിയിൽ അത്തം ചിത്ര ചോതി എന്ന് പറഞ്ഞൊരു സിനിമ. A.T. അബു ആണ് ഡയറക്ടർ ചെയ്യുന്നത്. പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള A.T. അബു ആണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്ത് CSN ഓഡിറ്റോറിയത്തിലെ ഒരു പ്രോഗ്രാമിന് ഇദ്ദേഹത്തെ ഗസ്റ്റായിട്ട് കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റപ്പാലത്തെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്ന ഒരാളുടെ കൂടെ രതീഷ് ചേട്ടനെ കാണാൻ പോയി. അപ്പം നമ്മൾ കാണുമ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ശരീരം മുഴുവൻ ഇങ്ങനെ രോമാവൃതമായ ശരീരമൊക്കെ ഉള്ള ഒരാൾ ബനിയൻ മാത്രം ഇട്ടിട്ട് ഈ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഇങ്ങനെ ഈ പരിപാടിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് എന്തോ മൂഡ് ഓഫാണ്, എന്തോ ഒരു ഫോൺ വന്നിട്ട് വീട്ടിൽ നിന്ന് എന്തോ ഫോൺ വന്നിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളി മൂഡ് ഓഫാണ്. പുള്ളി പറഞ്ഞു ഞാനൊന്നുമില്ല, ഞാൻ വരില്ല എന്ന് കട്ടൻ റൈറ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ അന്ന് അവിടെ മുകേഷ് ചേട്ടനുണ്ട്, വിജയരാഘവൻ ചേട്ടനുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവരോടൊക്കെ നമ്മൾ ചോദിച്ചു നോക്കി. പക്ഷേ രതീഷ് ചേട്ടനെ വിളിക്കാൻ വന്നിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അവരുടെ അടുത്ത് വന്നതെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരും വന്നില്ല. അങ്ങനെ ഒരു പരാജയപ്പെട്ട ദൗത്യമായിരുന്നു. പക്ഷെ അന്നാണ് ആദ്യമായിട്ട് രതീഷ് ചേട്ടനെ ഞാൻ നേരിട്ട് കാണുന്നത്. വർഷങ്ങൾ കടന്നുപോയി. രതീഷ് ചേട്ടന് അങ്ങനെ സിനിമ ഇങ്ങനെ സിനിമയുടെ പുറകെ ഓടി നടക്കുന്ന ഒരാളൊന്നായിരുന്നില്ലേ. വരുന്ന സിനിമകൾ ചെയ്യും, അതിപ്പോൾ ഭയങ്കര സെലക്റ്റീവ് ഒന്നുമല്ല, വരുന്ന സിനിമകളൊക്കെ ചെയ്യും. അതല്ലടാ ശിശു, അവള് പോകുന്നുണ്ടെന്ന് കൂട്ടുകാരോട് പറയുന്നത് ഞങ്ങൾ. അങ്ങനെ വഴിക്ക് വാടാ. എന്നാ നടു റോട്ടിലെ ശബ്ദം പോട്ട് ഡപ്പാങ്ങുത്താടേ ഇടിച്ച് പിരുത്തുകളയും. ജാഗ്രത. എന്തിനാ സാറേ തമിഴ് പറഞ്ഞ് വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ മലയാളികളാ. എന്റെ ആരുമല്ല സാർ, എന്നാലും എന്നെ ഒരു മോനെ പോലെയാണ് അവർ കരുതിയിരുന്നത്. ഒരുപാട് കാലമായി ഞാനാണ് അവരെ നോക്കുന്നത്. ശാന്തേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടൂ? ഞാൻ നിന്നോട് ദേഷ്യപ്പെടാനോ? ഈയിടെയായി നീ ആവശ്യമില്ലാതെ പലതും പറയുന്നുണ്ട്. നിന്നെ പോലത്തെ മനസാക്ഷിയില്ലാത്ത നേതാക്കന്മാരെ നയിക്കുന്ന തൊഴിലാളികൾ തോൽക്കും. അതിന് തെളിവാണിത്. തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം തെണ്ടികളെ എന്താണോ പറഞ്ഞത്? മമ്മൂക്ക കയറി വരുന്ന ഒരു സമയമാണ്. ആദ്യ സിനിമ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് രതീഷ് ചേട്ടനും മമ്മൂക്കയും തമ്മിലൊരു വലിയ സൗഹൃദം ഉണ്ടാവുകയും രതീഷ് ചേട്ടന് ഡേറ്റ് ക്ലാഷ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകൾക്കൊക്കെ മമ്മൂക്കേനെ പുള്ളി സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നേറ്റം എന്ന് പറയുന്ന സിനിമയിൽ നല്ല നായക പ്രാധാന്യമുള്ള റോള് മമ്മൂക്കയ്ക്ക് കൊടുക്കാൻ രതീഷ് ചേട്ടനാണ് ശുപാർശ ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ഗ്രാജുവലി മമ്മൂക്ക വലിയ ആക്ടറായി മാറി. രതീഷ് ചേട്ടൻ പതുക്കെ സിനിമയിൽ നിന്നും മാറി മൂന്നാർ ഭാഗത്ത് എവിടെയോ തോട്ടങ്ങളൊക്കെ മേടിച്ച് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പര് ആ വഴിക്ക് അങ്ങനെ പോയി. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ വില്ലനായിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത്. രാജാവിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ വില്ലൻ. അന്ന് തമ്പി കണ്ണന്താനം സാറിൻ്റെ പടങ്ങളിലൊക്കെ സെക്കൻഡ് റോള്, നായക പ്രാധാന്യമുള്ള വില്ലൻ റോളുകൾ ചെയ്തിരുന്നത് രതീഷ് ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തട്ടെ, അടുത്ത ആഴ്ച കാണാം. അങ്ങനെ പറയരുത് പ്ലീസ്. താമസിച്ചു പോയാൽ അവരെന്റെ മോനെ കൊല്ലും. ഞാൻ പറഞ്ഞില്ലേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ. എന്താണോ നോക്കിയിരിക്കുന്നത്? ജോഷി സാറിന്റെ കുറെ സിനിമകളിൽ പിന്നെ വില്ലനായിട്ട് അദ്ദേഹം വരാൻ തുടങ്ങി. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. എന്റെ ആ സൂട്ട് കേസ് അവിടെ നിന്റെ കയ്യിലോ അതോ വിജയന്റെ കയ്യിലോ? അത് തിരികെ തരുന്നതാണ് നല്ലത്. മനോഹരമായിരിക്കുന്നു സാർ, ഗംഭീരം, അതിഗംഭീരം. പിന്നെ അങ്ങയുടെ കടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അയവ് വരുത്തണമെന്ന് ഇനി അങ്ങയ്ക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി പോയാൽ ഹിയർ ഈസ് മൈ കാർഡ്. അങ്ങയ്ക്ക് എന്നെ വിളിക്കാം.
ഇന്ന് തന്നെ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മറവത്തൂർ കനവ് ചെയ്തു. മറവത്തൂർ കനവിന് ശേഷം ഞാൻ സലാം ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ജോൺ പോളങ്കിളായിരുന്നു സ്ക്രിപ്റ്റ്. മമ്മൂക്കയും ദിലീപും നായകന്മാരാവുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ പറയാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് കെ മധുസാറിൻ്റെ ഒരു സിനിമ, പേര് ഞാൻ ഓർക്കുന്നില്ല, ആ സിനിമയുടെ സെറ്റിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അവിടെ ക്യാപ്റ്റൻ രാജു ചേട്ടനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രതീഷ് ഏട്ടൻ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ രതീഷ് ഏട്ടന് മമ്മൂക്ക ഒരു ഡേറ്റ് കൊടുക്കാമെന്നും ഒരു പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആലോചനകൾ നടക്കണം. അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് രതീഷ് ഏട്ടനെ വിഗില്ലാണ്ട് കാണുന്നത്. നല്ല തല മുഴുവൻ ഷേവ് ചെയ്ത് മൊട്ടത്തലയായിട്ടുള്ള രതീഷ് ഏട്ടനെ. പക്ഷെ അന്ന് കാണുമ്പോഴും ആദ്യം കാണുന്ന അതേപോലെ രോഗ ദൃഢഗാത്രനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. ശരീരമൊക്കെ ഒട്ടും വയറൊന്നും ചാടാതെ നല്ല സ്റ്റൗട്ടായിട്ടുള്ള ആള്. ഇപ്പം എന്നോട് പറഞ്ഞു, മമ്മൂക്കയ്ക്ക് മമ്മൂസിന് പറ്റിയ വല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്നോടും പറയണം കേട്ടോ, നമുക്കൊരു സിനിമ ചെയ്യാം, എനിക്ക് ഡേറ്റ് ഉണ്ട് മമ്മൂട്ടിയുടെ എന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞു. അന്ന് രാത്രി ക്യാപ്റ്റൻ രാജു ചേട്ടൻ്റെ വീട്ടിൽ നൈറ്റ് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ എന്നെ മമ്മൂക്ക രാജുവേട്ടന് പരിചയപ്പെടുത്തിയതുകൊണ്ട് രാജുവേട്ടൻ മമ്മൂക്കയോട് കൂടി പറഞ്ഞിട്ട് എന്നെ കൂടി ക്ഷണിച്ചു. എന്നെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല, പക്ഷെ എന്നെ കൂടി അന്ന് വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ രതീഷ് ഏട്ടനും ഞാനും മമ്മൂക്കയും ക്യാപ്റ്റൻ രാജു ചേട്ടൻ്റെ തിരുവനന്തപുരത്ത് വീട്ടിൽ അന്ന് രാത്രി ഡിന്നറിന് ഒരുമിച്ചുണ്ടായിരുന്നു. അതാണ് ഞാൻ അവസാനമായിട്ട് രതീഷ് ഏട്ടനെ കാണുന്നത്. പിന്നീട് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത ദേഹവിയോഗം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ട്രാജഡി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അദ്ദേഹം മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ ബാധിതയായിട്ട് മരിച്ചുപോയി. 4 മക്കളാണ്. 4 മക്കളും ശരിക്കും പറഞ്ഞാൽ അനാഥരായി. ഒരു മകൻ ഇപ്പം പത്മരാജൻ എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം ഇപ്പോൾ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒരു മകള് മധുരനാരങ്ങ എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ടൊക്കെ അഭിനയിച്ചു. പക്ഷെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി എന്നാണ്, ഇപ്പോൾ അഭിനയിക്കുന്നൊന്നുമില്ല. ഇത് എപ്പോഴും ഒരു വിങ്ങലോടെ നമ്മൾ ഓർക്കുന്ന പേരാണ് രതീഷ് ഏട്ടൻ. രതീഷ് ഏട്ടന് ആരോടും അസൂയയോ മത്സരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംതൃപ്തനായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ കുടുംബത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു വിധി വന്നതെന്നുള്ളത് നമുക്ക് എപ്പോഴും, എനിക്ക് ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളല്ല, ഒരാൾക്കെതിരെയും ഒന്നും ചെയ്യുന്ന ആളായിരുന്നില്ല. വളരെ സാധുവായിട്ടുള്ളൊരു, വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു രതീഷ് ഏട്ടൻ. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദുഃഖം എപ്പോഴും മനസ്സിലുണ്ടാവും.